الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر. اتقوا الله عباد الله. പ്രിയ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ആ ഓഫറിനെ കരസ്ഥമാക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കാറുണ്ട്. ആ ഒരു ശ്രമവും ആ ഒരു താല്പര്യവും പ്രിയപ്പെട്ടവരെ നന്മകൾ ചെയ്യുന്ന വിഷയത്തിലും നമുക്ക് ആവശ്യമാണ്. സൊഫുകളിൽ ധാരാളം വിടവ് കാണുന്നുണ്ട്. ആ പിറകിലിരിക്കുന്ന കുട്ടികളൊക്കെ സൊഫിലേക്ക് കയറിയിരിക്കും. ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളും സൊഫിലേക്ക് കയറിയിരിക്കും. ബാബു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഓഫർ അഥവാ നന്മകള് ദുനിയാവിന്റെ വിഷയത്തിൽ ഉള്ളതുപോലെ നാളെ പരലോകത്തേക്കും ഒരു ഓഫർ ഉണ്ട് എന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കൊണ്ട് അത് വിശദീകരിച്ചു തരുമ്പോൾ ഈ താൽക്കാലികമായ ദുനിയാവിനോട് വിട പറഞ്ഞ് പടച്ച റബ്ബ് എന്നേക്കുമായി ഒരുക്കി വെച്ച ആ നന്മകളുടെ വിശാലമായ പ്രവർത്തനങ്ങളെ നേടിയെടുക്കുവാനാണ് നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് എന്നുള്ളതാണ്. അവയിലേറെ പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. അഥവാ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ ഏറെ ശ്രേഷ്ഠത നിറഞ്ഞതാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച ദിനമായിട്ട് നമുക്ക് ഇതിനെ കാണുവാൻ കഴിയും. അല്ലാഹു പറയാൻ ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات. അവർക്ക് പ്രയോജനമായ കാര്യങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും ചില നിശ്ചിത ദിവസങ്ങളിൽ അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്.
എന്തിനൊക്കെ? ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങൾ നിർവഹിക്കുവാൻ. ഇവിടെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു അയ്യാമിൻ മഅലൂമാത്ത്, ചില പ്രത്യേകമായ ദിനങ്ങൾ. മഹാനായ ഇബ്നു അബ്ബാസ്, അബൂ മൂസൽ അശ്ശരി റഹിമഹുല്ലാഹ് ഇവരൊക്കെ പറഞ്ഞത് അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമിട്ട് പറഞ്ഞു വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം. മഹാനായ മുജാഹിദ് റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു, ആ 10 രാവുകൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശ്രേഷ്ഠകരമായി കൊണ്ടുള്ള ദിവസങ്ങളാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായി കൊണ്ടുള്ള ദിവസങ്ങൾ സമ്മേളിക്കുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഇനി നമുക്കൊന്നും ചിന്തിക്കാനില്ല, ഇനി നമുക്ക് മാറ്റിവെക്കുവാനില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സജീവമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാണ്, വല്ലദീ യുദ്ഹിറു അന്ന സബബ ഫീ ഇംതിയാസ് അശ്ർ ദിൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ പ്രിയപ്പെട്ടവരെ അദ്ദേഹം വിശദീകരിച്ചിരിക്കുകയാണ്. ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, എല്ലാ ആരാധനാ കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്ന സമ്മേളിക്കുന്ന ദിവസങ്ങളാണ്. ദുനിയാവിൽ വെച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം സമ്മേളിക്കുന്ന ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. ഏതുപോലെ? വഹിയ സ്വലാത്തി വസ്വിയാമു വസ്സദഖത്തു വൽ ഹജ്ജ്, നമസ്കാരം പോലെയുള്ള, നോമ്പ് പോലെയുള്ള, അതുപോലെ തന്നെ ഹജ്ജ് പോലെയുള്ള, സ്വതക്ക പോലെയുള്ള ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം സമ്മേളിക്കുന്ന ദിവസങ്ങളാണ്. മറ്റൊരു ദിവസങ്ങളിലും ഇവ ഒരുമിച്ച് കൂടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 10 വരെയുള്ള പ്രവർത്തനങ്ങള്, എല്ലാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച എല്ലാ കർമ്മങ്ങളും അവിടെ വന്നില്ലേ? നമസ്കാരം വന്നില്ലേ? നോമ്പ് വന്നില്ലേ? ഹജ്ജ് വന്നില്ലേ? സ്വതക്ക വന്നില്ലേ? ദിക്ർ വന്നില്ലേ? സ്വലാത്ത് വന്നില്ലേ? അതുപോലെ തന്നെ ഉംറ. ഇങ്ങനെ ഒരുപോലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും മത്സരിക്കാൻ കഴിയുന്ന ഈ ദിവസങ്ങളിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ ഒരു താല്പര്യം ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉത്തമമായതാണ്, ഏറ്റവും ശ്രേഷ്ഠകരമാണ്, ഏറ്റവും ഫളലുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, عن ابن عباس عن النبي صلى الله عليه وسلم أنه قال, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദിഹി, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ, ഏറ്റവും പുണ്യമേറിയ മറ്റൊരു കർമ്മവുമില്ല. ഇത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഖാലൂ വൽ ജിഹാദ്, അല്ലാഹുവിന്റെ റസൂലേ ജിഹാദും അങ്ങനെ തന്നെയാണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വൽ ജിഹാദ് ഇല്ലാ റജുൽ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ, ഒരു ശത്രുവിനെ നേരിടുവാൻ ഒരു മനുഷ്യൻ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പോവുകയും അതിൽ നിന്ന് ഒന്നും തിരിച്ചു വരാതിരിക്കുകയും ചെയ്തവനൊഴികെ, അഥവാ അതിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടവനൊഴികെ, അപ്പൊ ജിഹാദിനെക്കാളും ഏറ്റവും പ്രതിഫലമുള്ള കാര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമിട്ട് പറഞ്ഞല്ലോ, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ്
തന്നെയാണ് സത്യം, വശഫ്ഇ വൽ വത്ർ ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ യസ്ർ രാത്രി തന്നെയാണ് സത്യം. അത് ചരിച്ചുകൊണ്ടിരിക്കെ പടച്ച റബ്ബ് സത്യമെന്ന് പറയുകയാണ്. അല്ലാഹു എന്ത് ചെയ്യാം? അല്ലാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് സത്യമെന്ന് പറയാം. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് വചനങ്ങൾ നമ്മൾ അങ്ങനെ കാണാൻ കഴിയില്ലേ. ഇവിടെ ഈ 10 ദിനങ്ങളെ കുറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയണൽ മുറാദു ബിഹാ അശ്റു ദിൽഹിജ്ജ. അതുകൊണ്ട് ആ 10 ദിനങ്ങൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദിൽഹിജ്ജയിലെ 10 ദിനങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ ഏറ്റവും കൂടുതൽ ഫളിലോടുകൂടി ശ്രേഷ്ഠതയോടുകൂടി കണ്ട ഈ ദുൽഹിജ്ജ 10 ദിനങ്ങളെ നമുക്കും കാണാൻ സാധ്യമാകണം. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ലാ തുത്ഫിഉ സുറൂജകും ലയാലിൽ അശ്ർ തുഅ്ജിബുൽ ഇബാദ. അദ്ദേഹം പഠിപ്പിച്ചിരിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈ 10 രാവുകളിൽ നിങ്ങളുടെ ഇബാദത്തുകളെ നിങ്ങൾ സജീവമാക്കിക്കൊണ്ടിരിക്കണം. 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളിൽ നിങ്ങളുടെ ഇബാദത്തുകളെ നിങ്ങൾ സജീവമാക്കിക്കൊണ്ടിരിക്കണം. അദ്ദേഹം പറയാണ്, എങ്ങനെ? ലാ തുത്ഫിഉ സുറൂജകും, നിങ്ങൾ നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുങ്ങി നിൽക്കണം. അദ്ദേഹം പഠിപ്പിക്കുന്നു, യഖിദൂ ഖദ്മകും യതസഹറൂന ലിസൗമി യൗമി അറഫ. അറഫ ദിനത്തിൽ നോമ്പെടുക്കുവാനായി നിങ്ങളുടെ അഹ്ലീങ്ങളെ നിങ്ങൾ വിളിച്ചുണർത്തുകയും ചെയ്യുക. അപ്പൊ ആ പ്രതിഫലങ്ങളൊന്നും നിങ്ങൾ കളയരുത്. നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളത് നിർവഹിക്കണം, നിങ്ങളത് ചെയ്യണം എന്ന് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബത്ത് ഇവരൊക്കെ നമുക്ക് അറിയിച്ചു തരുമ്പോ ഇനിയും നമ്മൾ അല്ലാഹുവിന്റെ ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ദുനിയാവിന്റെ പിടുത്തത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മാരകമായി കൊണ്ടുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ, അതുപോലെ തന്നെ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഒരു നേരം പോലും ജീവിക്കാൻ കഴിയാതെ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൺമുന്നിലൂടെ നമ്മൾ കാണുമ്പോഴും ഹൃദയത്തിന് മാറ്റമില്ലാതെ, ജീവിതത്തിൽ മാറ്റമില്ലാതെ, തുടർന്നുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് വേർപിരിയാതെ ആ ഒരു പോക്ക് ഇനിയും പോകാമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ കാത്തിരിക്കുന്ന പരലോകത്ത് ഒരാളൊന്നും രക്ഷപ്പെടുത്തുവാനില്ല. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ ഇത്രയാണ് എങ്കിൽ ഇനി ആ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹജ്ജ്, ഉംറ നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ഹജ്ജുമാർ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് യാത്ര പോയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 9 ദിനങ്ങളിലെ നോമ്പ് പ്രത്യേകമായി നമുക്ക് നോമ്പെടുക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ദുൽഹിജ്ജ 9 പഠിപ്പിച്ചു. കാരണം അറഫ ദിനം നമുക്കെല്ലാവർക്കും അറിയാം, ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ, ഹജ്ജിന്റെ ഏറ്റവും വലിയ കാതലായ കാമ്പായ ആ അറഫയില്ലാത്തവന് ഹജ്ജില്ല എന്ന് പോലും പഠിപ്പിച്ച ആ അറഫയിലെ ആ നോമ്പുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, സൗമു യൗമ അറഫ, അറഫ ദിനത്തിലെ നോമ്പ്. ദുൽഹിജ്ജ 9 മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, സുഇലൻ സൗമി യൗമി അറഫ, ഈ അറഫ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ചോദിക്കപ്പെട്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പടച്ച റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. ഓക്കേ, നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചെറിയ ചെറിയ പാപങ്ങൾ ആര് നമുക്ക് പുറത്തു തരും? ആ പാപങ്ങൾ നമ്മുടെ ഭാര്യ ഏറ്റെടുക്കോ? നമ്മുടെ ഉമ്മ ഏറ്റെടുക്കോ? നമ്മൾ ആരും കാണാതെയും കണ്ടിട്ടും എല്ലാം അറിഞ്ഞിട്ടും തെറ്റുകൾ ചെയ്തു കൂട്ടുമ്പോ ആ തെറ്റിന്റെ പാട്ടമേൽക്കാൻ ആരാണ് പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് നമ്മുടെ കൂടെ വരിക? ഇല്ല, നമ്മൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ ഈ രൂപത്തിലുള്ള അമലുകൾക്ക് അത്രയേറെ പ്രതിഫലം പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തരുമ്പോ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദിക്റുകൾ നമ്മൾ അധികരിപ്പിക്കുക, അള്ളാനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്
ولا أحب إليه من العمل فيهن من هذه الأيام العشر ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠവും പ്രേമേറിയതുമായ മറ്റു പ്രവർത്തനങ്ങളില്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അധികരിക്കുവാൻ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ? ഫഅക്സിറൂ ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അതിനാൽ ഈ ദിനങ്ങളിൽ നിങ്ങൾ തഹ്മീദിനാൽ, തഹ്ലീലിനാൽ, തക്ബീറിനാൽ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊള്ളുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നമുക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, ദിക്റുകളൊക്കെ നമ്മൾ കൃത്യമായി ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടുകയാണ്, നമ്മളോടുള്ള പരിഗണന അവിടെ വർദ്ധിച്ചു വരികയാണ്. ഈ ദുനിയാവിലുള്ള ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണെന്ന് പറയുമ്പോ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ചറപ്പ് നമുക്ക് തരുമ്പോ ആ റബ്ബിന്റെ പരീക്ഷണത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, ആ റബ്ബിനെ കുറിച്ച് അല്ലാഹു അക്ബർ എന്ന് വാഴ്ത്തിയാൽ അതൊക്കെ നമുക്ക് വലിയ പ്രതിഫലമായി നാളെ പരലോകത്തിൽ ലഭിക്കും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചൊല്ലുക, അധികരിപ്പിക്കുക. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലിമത്തുകൾ 4 എണ്ണമാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കലിമത്തുകൾ 4 എണ്ണമാണ്. ഏതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യമുറുക ബിഅയ്യിഹിന്ന ബദഅത. ഈ പറഞ്ഞതിൽ ഏതുകൊണ്ട് നീ തുടങ്ങിയാലും അത് നിന്നെ ബാധിക്കുന്നതല്ല. അഥവാ നിനക്ക് ഏതുകൊണ്ടും നിനക്ക് ആരംഭിക്കാം. നോക്കൂ, നിങ്ങൾ എത്ര സമയം ദിക്ർ ചെല്ലാൻ നമുക്ക് ആവശ്യം അല്ലേ? ഏതൊക്കെ സന്ദർഭങ്ങളിൽ ചെല്ലാമെന്ന് നമുക്കറിയാം, ഏതൊക്കെ സന്ദർഭങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് ചൊല്ലലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സൽക്കർമ്മമാണ് പ്രിയപ്പെട്ടവരെ, തൗബയും ഇസ്തിഗ്ഫാറും നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണ്. അല്ലേ? ചെയ്തു കൂട്ടിയ പാപങ്ങള്, തെറ്റുകള്, പോരായ്മകള്, ന്യൂനതകള് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട്, കരഞ്ഞ കണ്ണുമായി ആത്മാർത്ഥമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരും. പക്ഷേ ചോദിക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ? ചോദിക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടോ? ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു തവണ പോലും ഒരാളുടെ ഹൃദയത്തിന് ക്ഷതം വരുത്താത്ത, ഒരാളുടെ സമ്പത്ത് പോലും അപഹരിച്ചിട്ടില്ലാത്ത, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നബിയേ, താങ്കൾ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉദാത്തമായ മാതൃകയാണെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 70-ൽ പരം 100-ൽ പരം തവണ റബ്ബിങ്കലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ, റബ്ബിങ്കലേക്ക് തൗബ നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഹലാലും ഹറാമും വേർതിരിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും എത്ര തവണ റബ്ബിങ്കലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങേണ്ടി വരും? ഏറെ ഗൗരവത്തോടുകൂടി വിശ്വാസി ചിന്തിക്കേണ്ടുന്ന മേഖലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെയും ശുദ്ധി കൈവരിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തൗബയും ഇസ്തിഗ്ഫാറും പ്രിയപ്പെട്ടവരെ അധികരിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ.
അല്ലാഹു റസൂൽ പറയാണ്, നന്മകളിൽ ഒന്നിനെയും നീ നിസ്സാരമായി കൊണ്ട് നീ കാണരുത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാരമായ ഏതൊരു കാര്യമാണെങ്കിലും അതിൽ വലിയ ഫضലുണ്ട്. അതൊന്നും എന്ത് ചെയ്യരുത്, ഒരു ലാവണ്യത്തോടു കൂടി ഒരു വിലയില്ലാതെ നമ്മൾ കാണാൻ പാടില്ല. ഏതുപോലെ എത്രത്തോളം നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണല്ലോ. ആ ഒരു കാര്യം പോലും നീ എന്തിരുത്, ഒരു നിസ്സാരമായി കൊണ്ട് നീ കാണരുത്. അത് നീ എന്ത് ചെയ്യണം, നീ നിർവഹിക്കണം. പ്രസന്നവദനായി പുഞ്ചിരിയോടുകൂടി നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് പോലും പ്രിയപ്പെട്ടവരെ അത് വലിയ നന്മയാണ്, ഫضലാണ്. അതുകൊണ്ട് അത് നിസ്സാരമായിട്ട് കാണരുത് എന്ന് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് നല്ല ഒരു ചിന്തയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിൽ നമ്മൾ മുന്നേറുക. ഇത് വളരെ ഗൗരവപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമാണ് പ്രിയപ്പെട്ടവരെ. കാരണം എന്താണെന്നറിയോ, ഈ ദുനിയാവിൽ വെച്ച് ഏത് സന്ദർഭത്തിൽ എവിടെ വെച്ച് എങ്ങനെ എപ്പോ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോകേണ്ടത് എപ്പോഴാണ് എന്ന് പറയാൻ ഈ കൂട്ടത്തിലിരിക്കുന്ന ഈ ലോകത്തുള്ള ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഇന്ന് നമ്മൾ ഈ പള്ളിയിലെ അല്ലാഹുവിന്റെ ഭവനത്തിൽ ജുമാ നിർവഹിച്ച് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമോ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും സാധ്യമല്ല. ഈ വസ്ത്രത്തിന്റെ ഓരോ ബട്ടൺസ് ധരിച്ചത് നമ്മളാണെങ്കിൽ ഇത് അടിക്കുന്നത് നമ്മളാകുമോ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിച്ചുവോ, വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായി കൊണ്ട് ആ പരലോകത്തിന് വേണ്ടി അധ്വാനിച്ചുവോ, അധ്വാനിക്കണം, നന്നായി പ്രവർത്തിക്കണം. മറ്റാരും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല, രാവിലെ ചെയ്തല്ലോ അതുകൊണ്ട് വൈകുന്നേരം ഇനി ചെയ്യേണ്ട, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം പ്രിയപ്പെട്ടവരെ മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസിയായി കൊണ്ട് പ്രവർത്തിച്ചുവോ, എങ്കിൽ അവരുടെ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവ്വം അവരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പടച്ച റബ്ബ് നമ്മളോട് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു മഹത്തരമായ കർമ്മം മാത്രം ആഗ്രഹിക്കുക. ഏത്? പരലോകത്തെ വിജയം, എന്റെ ഖബർ, എന്റെ വിചാരണ, എന്റെ റബ്ബിന്റെ മുമ്പിലുള്ള എന്റെ അവസ്ഥകള് എന്താകുമെന്ന് കരുതി അതിനു വേണ്ടി നമ്മൾ ഈ 10 ദിവസങ്ങളെ മാക്സിമം പ്രിയപ്പെട്ടവരെ നമ്മൾ മുതലെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ആബിദീങ്ങളായി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദുൽഹിജ്ജയിലെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. ഒരു ഖുതുബ തന്നെ നമ്മൾ ആ വിഷയവുമായി നമ്മൾ നിർവഹിച്ചതാണ്. എന്നാൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനും ഗൗരവത്തിൽ
നമ്മൾ മനസ്സിലാക്കേണ്ടതുമായുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനെ സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ അത് നിർബന്ധമായിട്ടും അതിൽ കൂടണമെന്നുള്ളതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ചില പണ്ഡിതന്മാർ കടം വാങ്ങിയിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ കൂടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രത്യേകത, അതിന്റെയൊക്കെ ഫضل എന്താ പറയപ്പെട്ടവര്, സാമ്പത്തികമായി ശേഷിയുള്ളവൻ അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ വജദ സഅതൻ ലിഅൻ യുവഹിയ ഫലം യുബഹ്, ഒരു മനുഷ്യന് ബലികർമ്മം നടത്തുവാനുള്ള സാമ്പത്തികമായ ശേഷിയുണ്ട്, അവൻക്കതിന് കഴിവുണ്ട്, ഫലം യുബഹി, വന്ദിയുന്നില്ല, അതിൽ പങ്കുചേരുന്നില്ല. അതിനൊക്കെ ഇപ്പൊ ഇവിടെ ആൾക്കാരുണ്ടല്ലോ, കുറെ നാട്ടിലെ സമ്പത്ത് ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഓൻ ചെയ്യട്ടെ, നമ്മളിപ്പോ അതൊന്നും അറിയണ്ട എന്നുള്ള രൂപത്തിൽ അതിനൊരു വിലയില്ലാതെ ചെയ്താൽ അതാണ് റസൂൽ പറയാണ്, ഫലാ യഹ്മുറു മുസല്ലാനാ, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, അത്രയേറെ ശക്തമായ താക്കീതോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു തരുന്നത്, അല്ലേ? അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിന്റെ പേരിൽ ഒരു ഗൃഹനാഥന് വേണമെങ്കിൽ അറിവ് നടത്താം. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ കൂടാം. ആ ഷെയർ പങ്കാളികളാകാം. 7 ആളുകൾ വരെ നമുക്ക് നിർവഹിക്കാം. പക്ഷെ നമ്മുടെ പള്ളിയിൽ അതിന്റെ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ നമ്മൾ പങ്കുചേരുക. ഒരാളുടെ ഷെയർ 6000 രൂപയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ആരെങ്കിലും അതിന് താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കണം. കാരണം ഉഹയ്യത്തിന് വേണ്ടി നിയ്യത്ത് വെച്ച ആളുകൾ അവരുടെ ശരീരത്തിൽ നിന്ന് മുടിമുറിക്കുവാനോ അല്ലെങ്കിൽ നഖം വെട്ടുവാനോ ഒന്നും പാടില്ല. അതൊക്കെ അതിന് മുമ്പ് അവർ ചെയ്തു തീർക്കണം. അങ്ങനെ ചെയ്യുമ്പോ ആ വീട്ടിൽ എല്ലാവരും അത് ചെയ്യണമെന്നില്ല. ആരാണോ നിയ്യത്ത് വെച്ചിട്ടുള്ളത് ആ വ്യക്തിക്കാണ് അത് ബാധകം എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നന്മകളൊക്കെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ട് അതാണ് റസൂൽ നമ്മൾ ഇന്ന് യാത്രയായത്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, ഈ ദുനിയാവിൽ നമുക്കുള്ള ബന്ധത്തിന്റെ വിശാലത ഏറെയാണ്. മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, ഉപ്പയോട്, പണം തന്ന് സഹായിച്ചവനോട്, എല്ലാ നിലക്കും നമ്മളെ ആദരിച്ചവരോട് നമുക്ക് ബഹുമാനമാണ്. എന്നാൽ നാളെ പരലോകത്ത് ഒരാളും നമ്മളെ സഹായിക്കാനില്ല. നമ്മൾ ചെയ്ത കർമ്മങ്ങളുണ്ടോ നമുക്ക് റബ്ബിങ്കിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പരീക്ഷണത്തിന്റെ മേഖലകൾ നമുക്കെന്നും പാഠമായിരിക്കണം. ഏതെങ്കിലും ഒരു സമൂഹം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവർക്കുള്ള പ്രാർത്ഥനയും, പടച്ചോനെ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ മുമ്പേ എന്റെ കർമ്മങ്ങളെ, എന്റെ അമലുകളെ ഞാൻ നന്നാക്കട്ടെ എന്നുള്ള ചിന്തയുമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ സന്ദർഭത്തിൽ വേണ്ടത്. 2-3 സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. കോഴിക്കോടുള്ള നമ്മുടെ ഒരു സഹോദരനും അതുപോലെ തന്നെ കാപ്പാട് ഭാഗത്തുള്ള നമ്മുടെ ഒരു ആദർശ ബന്ധുവൊക്കെ ലോകത്തോട് വിട പറഞ്ഞ് അല്ലാഹുവിന്റെ അനുഗ്രഹീയമായ വഴിക്ക് ഉത്തരം നൽകി പോയിരിക്കുകയാണ്. സജീവമായി നമ്മുടെ ആദർശ രംഗത്ത് ഏറ്റവും കൂടുതൽ സജീവമായി നിലനിന്നിരുന്ന ആളുകളാണ്. അല്ലാഹുവേ, ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണം, അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുമാറാകണം, അവരുടെ കുടുംബക്കാർക്ക് നീ ക്ഷമയും സഹനവും നീ അനുഗ്രഹിക്കുമാറാകണം. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നമ്മളെ കുറിച്ചിട്ടും ആളുകൾ പറയും, ഇന്ന പള്ളിയിലെ ഇന്ന ഖുത്ബ നടത്തിയ നാളിലെ അയാളെന്ന് മരണപ്പെട്ടിട്ടുണ്ടോ. ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സ്ഥാപനത്തിലെ ഉടമയിലെ അദ്ദേഹം ഇന്നലെ രാത്രി മരണപ്പെട്ടുണ്ടോ. ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഓരോ ദിവസങ്ങളിലും നമ്മുടെ ഹൃദയത്തിലേക്ക് റീചാർജ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്നും അത് കടന്നു വരേണ്ടതുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് സ്വഹാബത്ത് കണ്ടുമുട്ടുമ്പോ, എവിടെയാണ് സ്വഹാബ താങ്കളെന്ന് ചോദിക്കുമ്പോ, ഞാനിപ്പോൾ സിറാത്ത് പാലിക്കുകയാണ്, അല്ലേ എന്ന് സ്വഹാബത്ത് പറയാനുള്ള കാരണം എന്താ? ദുനിയാവിലൂടെ ജീവിക്കുമ്പോഴും കച്ചവടത്തിലൂടെ, കുടുംബത്തിലൂടെ, അതുപോലെ തന്നെ സ്വഭാവത്തിലൂടെ, എല്ലാറ്റിലൂടെയും അവർ ലക്ഷ്യം വെച്ചത് പരലോകമായതുകൊണ്ടാണ്.
ആ ഒരു ലെവലിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ, മാക്സിമം ഒരു വിശ്വാസി എന്ന നിലക്കെങ്കിലും ചില കർമ്മങ്ങളിൽ നമ്മളൊന്ന് ആവേശം കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പ്രിയപ്പെട്ടവരെ, ഒരു അലസത ഉണ്ടാകാൻ പാടില്ല. എത്രയോ ആളുകൾ പലവിധ തിരക്കുകളുണ്ടാകാം, നേരം വഴുകി പള്ളിയിലേക്ക് വരുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കും അല്ലെ? ദിവസങ്ങളൊക്കെ ജോലി ചെയ്യുന്ന നമ്മൾ ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭാര്യക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിൽ പോകാൻ അല്ലെ, നമുക്കൊന്ന് ഫ്രീ ആകാൻ നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ദിവസങ്ങളിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനമായ ഈ വെള്ളിയാഴ്ച ദിവസം ഖതീബ് മിമ്പറിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയാൽ അവരുടെ പേരുകൾ അല്ലാഹുവിന്റെ മലായികത്തുകൾ അവരുടെ റെക്കോർഡിൽ അവർ രേഖപ്പെടുത്തുമെന്നുണ്ട്. ഖതീബ് മിമ്പറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ പ്രിയപ്പെട്ടവരെ ജോലി? അവരാ കിതാബ് അവർ മടക്കി വെക്കും. എന്നിട്ട് അവരും നമ്മുടെ കൂടെ അവിടുത്തെ ഖുതുബ ശ്രവിക്കാൻ അവരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ റെക്കോർഡിൽ പേര് വരണമെങ്കിൽ നേരത്തെ നമ്മൾ പള്ളിയിലേക്ക് എത്തിപ്പെടണം. അതുപോലെ തന്നെ ഒരു അലസതയോട് കൂടിയിട്ടുള്ള ഇരുത്തം ഒന്നും പാടില്ല. നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ കൂടി, അതുകൊണ്ട് നമുക്ക് ക്ഷീണം ഉറപ്പും വരും. ഇപ്പൊ ഇവിടെ AC ഇങ്ങനെ 24 ഫുൾ ടൈം നമ്മൾ വർക്കിംഗ് ആണല്ലോ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ക്ഷീണം ഉറക്കം വരും. ഒരു ചൂടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യൂല, ആ ഉറക്കം ക്ഷീണം വരില്ല. നമുക്ക് കാത്തിരിച്ചുമാറാറില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നൽകിയ അനുഗ്രഹങ്ങൾ പടച്ചറബ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ആബിദീങ്ങളായി അല്ലാഹുക്ക് വഴിപ്പെട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള ഒരുപാട് പാപങ്ങളുണ്ട് റബ്ബേ, അതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, രോഗികൾ അല്ലാഹുവേ പൂർണ്ണമായ ശിഫ നൽകി നീ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന നല്ല സന്താനങ്ങളിൽ ഞങ്ങളെ നീ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, അപകടകരമായി കൊണ്ടുള്ള രോഗങ്ങളിൽ നിന്ന്, മാരകമായി കൊണ്ടുള്ള ഫിത്നകളിൽ നിന്ന് പടച്ചോനെ നീ ഞങ്ങളേവരെയും കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെയും അതുപോലെ തന്നെ ഈ ദീനിന്റെ മേഖലകളെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലാഹുവേ അവരുടെ സ്വതക്കകളും അവരുടെ ദാനധർമ്മങ്ങളും എല്ലാം നീ നല്ല അമലായി സ്വീകരിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.